ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ മിഡ് ടൈം എക്സാം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. മിഡ് ടൈം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരിക്കുമല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞൊപ്പിക്കാം. ആൻഡ് മാത്സ് നമ്മളെല്ലാവരും ഹാർഡാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് മാത്സ് സിമ്പിളായിട്ട് പോയിട്ടോ. അത്യാവശ്യം പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെ മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. പുറത്തുനിന്നൊന്നും അങ്ങനെ തീരെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ മലയാളമൊക്കെ പറയുമ്പോൾ മലയാളം എനിക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന വിഷയമാണ് മലയാളം. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാട്ടോ. മലയാളത്തിന് അധികം അങ്ങനെ മാർക്ക് ഉണ്ടാവലില്ല. എപ്പോഴും എ അല്ലെങ്കിൽ B+ ആ ഒരു റേഞ്ചിലേക്കൊക്കെയാണ് എനിക്ക് മലയാളം കിട്ടാറ്. ഈ പ്രാവശ്യം ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എന്നാലും വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. മലയാളം ഫസ്റ്റ് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബട്ട് സെക്കൻഡ് അത്ര ഇമ്പ്രൂവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി മാർക്ക് വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ആൻഡ് ഇനി പഠിക്കേണ്ട ടിപ്സാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് എന്തായാലും പറയാം. നെക്സ്റ്റ് വീഡിയോ അത് തന്നെ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വിഷയം ടിപ്സാണ് കൂടുതൽ വേണ്ടതെന്ന് അറിയാം. മാത്സ് ഇപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ, ചെയ്ത് തന്നെ പഠിക്കണം, അതിന് വേറൊരു കുറുക്ക് വഴിയില്ല. പക്ഷേ സോഷ്യൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു 10th ഏറ്റവും ടഫ് കുറച്ചും കൂടി സോഷ്യലായിട്ടാണ്. മാത്സിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് പറയാം കേട്ടോ. പക്ഷേ സോഷ്യൽ ഒരു തരത്തിലും വഴങ്ങുന്നതേ ഇല്ല. ജോഗ്രഫിയൊക്കെ സെക്കൻഡ് ചാപ്റ്ററൊക്കെ എത്തുമ്പോൾ എന്താ പഠിക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം കുറേ 8 ക്ലൈമാറ്റിക് റീജിയനൊക്കെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് പറയാം. അത് ഞങ്ങൾക്ക് മിഡ് ടൈമിലില്ലായിരുന്നു. ഞാൻ അത് പഠിച്ചിട്ടില്ല. ആൻഡ് അത് കുറച്ചും കൂടി നല്ല ഹാർഡായിട്ടാണ് തോന്നുന്നത്. ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതിലേക്ക്. നിങ്ങൾ പഠിച്ചെങ്കിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയേനെ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ മിഡ് ടേം എക്സാം എന്നാണ് എന്നുള്ളതും കൂടി പറയാം. അതിനനുസരിച്ച് അടിപൊളിയായിട്ടുള്ള ടിപ്സും ട്രിക്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ ഞാൻ കെമിസ്ട്രിയിൽ പഠിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു 5 റിയാക്ഷൻസ് വരെ ഉണ്ടല്ലോ, അത്രയാണ് ഞങ്ങൾക്ക് മിഡ് ടൈമിന് ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 1.5 ചാപ്റ്റർ. നിങ്ങൾക്കൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത് പറയാം കേട്ടോ. ഞങ്ങൾക്ക് സോഷ്യൽ 3 ചാപ്റ്റർ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉള്ളത് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ബിക്കോസ് അറിയാമല്ലോ, സോഷ്യൽ 3 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒക്കെ എങ്ങനെ പഠിച്ചെടുക്കാനാണ്. പ്രത്യേകിച്ച് ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ പരന്ന് കിടക്കല്ലേ. പിന്നെ സോഷ്യൽ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട്സ്, വേറെ ഒന്നും പറയാറില്ല. പരമാവധി ഞാൻ ഷോർട്ടാക്കി, ഒരു സെൻറ്റൻസ് ഷോർട്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഷോർട്ടാക്കിയിട്ടേ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉത്തരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, ചാപ്റ്റർ വായിക്കുന്നു, എന്നാലും കുറച്ചൊക്കെ ഗ്രാമർ നമ്മുടെ സ്വാഭാവികമായിട്ടും തെറ്റും, ശരിയാണ്. പിന്നെ ചാപ്റ്റർ വായിച്ചു, പിന്നെ കുറച്ച് നമുക്കറിയാമല്ലോ എന്തായാലും ക്യാരക്ടർ സ്കെച്ച് ഒരെണ്ണം വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ പഠിച്ചു. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രിസിയേഷൻ ഇട്ടിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അതൊന്നും പഠിക്കും. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തായാലും പറയാൻ മറക്കണ്ട. ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറയാം. ഈ വീഡിയോയിൽ സോഷ്യലിൻ്റെയും മാത്സിൻ്റെയും അങ്ങനെ കുറച്ച് വിഷയങ്ങളുടെയൊക്കെ സ്റ്റഡി ടിപ്സും എൻ്റെ മിഡ് ടേം എക്സാം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് സബ്ജക്റ്റ് വേണം എന്നുള്ളതെല്ലാം വിശദമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.